തന്നെ ഞാൻ നിങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കിട്ടിലും ഗെയിം കളിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ അമ്പാടി മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൻ്റെ മാനേജറും കാര്യങ്ങളാണ്. അപ്പം അതാണ് നമ്മുടെ ഗെയിം. നമ്മളൊരു ഒരു സംഭവത്തിന് നമ്മൾ എങ്ങനത്തോളം മുന്നോട്ട് അതൊക്കെ തന്നെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. എക്സിറ്റ് കൊടുക്കുക ഓക്കെ ഓക്കെ. കൊച്ചു കുഴപ്പക്കാലമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഏകദേശം എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ $25.23 ഉണ്ട് കാര്യങ്ങളും. നമുക്ക് കടയൊന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ ഗൈസ്, സോ നമ്മൾ പിന്നെ ആദ്യം എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യേണ്ടി ഗൈസ്. അവിടെ കടയിലാകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, $8 ഈ സാധനം എന്തായാലും മസ്റ്റാണ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വേണം. പൈറ്റ് ഓക്കെ വന്നിട്ടുണ്ട്. ഓർഡർ കംപ്ലീറ്റഡ്. ഇപ്പോൾ തന്നെ വരുമായിരിക്കും നമ്മുടെ സാധനം. അതുവരെ ലിവി നമ്മുടെ ഈ ഒരു സാധനത്തിന് $3.3 കൊടുത്തിരിക്കുന്നത്. ഞാൻ $4 $3 മതി. $3 ഇരുന്ന സാധനത്തിന് വന്നിരിക്കുന്നത്. റൈറ്റ്, അതിനകത്ത് വേറെ വല്ലതും വരുമോ? ഇതുവരെ ജ്യൂസ് വന്നിട്ടുണ്ട്. സോഡ ആണ്. രണ്ടുപേരും കടയിൽ നിന്ന് വന്നിടത്ത് വാങ്ങിക്കാതെ പോകുന്നത്. ചില പൈസയുടെ ഇത് പറഞ്ഞിരിക്കും. വാങ്ങിച്ചു. ഓക്കെ ഗൈസ്, അപ്പം ഇത്ര വരെ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പറ ഫസ്റ്റ് നിങ്ങൾക്ക് എത്ര? 320. 3 ഉണ്ടല്ലേ. താങ്ക്സ് ഫോർ പർച്ചേസിങ്. 6 സോറി റീസെറ്റ് ചെയ്യട്ടെ. അല്ലേ $14. ശരിയാണ്. കേട്ടോ അവരെന്നെ ഉള്ളൂ. 2-3 എടുക്കുക ചേച്ചി. എന്താണ് 3.72. ഓക്കെ, ക്രെഡിറ്റ് കാർഡാണല്ലോ. എത്രയാ ക്രെഡിറ്റാ? 4.40. വയസ്സിൻ്റെ പൈസ കാരണം ആരും ഒന്നും വാങ്ങിക്കുന്നില്ല ശരിക്കും പറഞ്ഞു. അവന്മാരൊക്കെ വന്നിട്ട് നോക്ക്. എല്ലാവരും വന്നിട്ട് നോക്ക്. കാണിച്ചില്ല. വാങ്ങിച്ചില്ല. ചിലവരൊന്നും വാങ്ങിക്കുന്നുണ്ട്. ഇതിൻ്റെ പൈസയുടെ കുറേ പൈസ വാങ്ങിക്കുന്നുണ്ടായിരിക്കും ഇവർ വാങ്ങിക്കാത്ത. വാങ്ങിക്കണം, എല്ലാവരും വാങ്ങിക്കണം. എന്നാലേ നമ്മുടെ കമ്പനി മുന്നോട്ട് പോകത്തുള്ളൂ ഗൈസ്. എന്താണ് 8.80? 5. കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോർണിംഗ് സ്കിപ്പ് മോർണിംഗ് ചെയ്യണം. താങ്ക്സ്. നമ്മളിപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് കടയിൽ എന്താ ഗൈസ്, നമ്മുടെ കട മൊത്തം ഈ കാണിച്ചു വെച്ചേക്കുന്നുണ്ട് ഗൈസ്. ഈ സ്ട്രോയും തേങ്ങയൊക്കെ ഇവിടെ കൊണ്ടിട്ടേക്കുന്ന പരിപാടി ഉണ്ടോ? ഇതൊക്കെ നമ്മൾ വേസ്റ്റ് ബിൻ കൊണ്ട് ത്രോ ചെയ്യണം. നമുക്ക് ഈ വേസ്റ്റ് ബിൻ ഒന്ന് എടുത്ത് അകത്തിട്ടാലോ? അതായിരിക്കും കുറച്ചും കൂടി ഇൻക്ലൂഡില്ലേ. ഇവിടെ വെക്കാം. ഇവിടെ സിറ്റ്. അപ്പോൾ ഇവരുടെ ഈ കട കാണിച്ചു വെച്ചേക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം ചേട്ടാ, ഞാൻ ചൂലും തേങ്ങയൊക്കെ വാങ്ങിക്കട്ടെ. മാറിക്കടാ, നീയൊക്കെ കാരണം നീ എൻ്റെ കട മുന്നോട്ട് പോകാത്തത്. ഞാൻ ഫർണിച്ചേഴ്സ് കേട്ടോ. ആദ്യം ഫ്രിഡ്ജ് വാങ്ങിക്കണം, പിന്നെ തൂക്ക സാധനം വാങ്ങിക്കണം. അതാണിപ്പോൾ നമുക്ക് വേണ്ടത്. കാർട്ട് പൈറ്റ് 2 പയ്യാണ്. നോ എൻകറേജ്. ഇത് വേണ്ട, നമുക്ക് ആദ്യം ഇത് വാങ്ങിക്കാം. അതെന്താണ് അത് വാങ്ങിക്കാൻ പറ്റാത്തത്? സീനൊന്നും എൻ്റെ അത്രയും പൈസ ഉണ്ടല്ലോ. ഞാൻ നോക്കട്ടെ. എനിക്ക് സ്റ്റോറ് വെയിറ്റ്. ഞാൻ അത് ഇവർക്കൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇവർ കുറേ നേരം കൊണ്ട് നിൽക്കുന്നു. നോക്കാം. പറയോ. ഓക്കെ, 4.40. ഓക്കെ, വിട്ടോളൂ. നമ്മൾ ലെവൽ 5 എത്തിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ചവറുകട ഇവിടെ പറയണ്ടേ. ഇവന്മാരൊക്കെ ഉണ്ട്. ഉണ്ടോ അത് കൊണ്ട് കളയാൻ.
അതിനാണ് ഞാൻ ആ സാധനം അകത്ത് പുറത്തിരുന്ന സാധനമാണ് ഇത് അകത്ത് കൊണ്ട് വെച്ചത്. എന്നിട്ടാണ് അമ്മ ഈ പരിപാടി കാണിക്കുന്നത്. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ലെന്ന്. ഇപ്പോൾ രാത്രി ആവാറായി. ഓക്കെ ഗായ്സ്, നോ താങ്ക്സ്. ഓക്കെ, രാവിലെ അടുത്ത ദിവസമായിട്ടുണ്ട് കാര്യങ്ങളും. ഓക്കെ, അടുത്ത ദിവസമായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് വാങ്ങിച്ചു തീർന്നില്ല. ഇതൊരെണ്ണം എന്താണ്, ഷുഗറോ? നമുക്ക് സ്ലൈസ് ബ്രെഡ് ഒരെണ്ണം വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊരെണ്ണം വേണം. പിന്നെ ഇത് നമ്മുടെ മെയിൻ സാധനം വേണം. ഓക്കെ, ഇത്ര സാധനം മതി. വെയിറ്റ്, ഓർഡർ കംപ്ലീറ്റഡ്. ഇനി നമ്മുടെ പൈസ ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ബാക്കി പൈസ കൊണ്ട് നമ്മുടെ ഈ ഒരു കെലാക്സിൻ്റെ സാധനം വാങ്ങിക്കുന്നുണ്ടാവും. ഇത് നല്ല കാശാണ്. 27 ഓയിൽ വേണം. മതി, ഇതും കൂടി മതി. ഒരു ഓയിലും കൂടി പേ ചെയ്താൽ മതി. തീർന്നു. ഓക്കെ, $5 ആയിട്ടുണ്ട് ഗൈസ്. സ്പീഡപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. സ്പീഡപ്പ് ആയിട്ടുണ്ട് എല്ലാം വന്നോ. ഇനി നമ്മൾ കട ആദ്യം ക്ലോസ് ചെയ്യണം ഗൈസ്. ഇപ്പോൾ ക്ലോസ് അല്ലല്ലോ, ഇന്ന് കൂട്ടൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്യട്ടെ. കട നമുക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ ഉമാർ കയറി വന്നാലോ. ഡോർ ക്ലോസ്. ഓക്കെ, 2 ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആരാ? ചിയേഴ്സോ? ഇവരാണ് നമ്മുടെ കട ചിയേഴ്സ് ചെയ്യുന്നത് കേട്ടോ. ഇവരൊന്ന് വാങ്ങിക്കണം കേട്ടോ. 150 രൂപയോ? ഇവിടെ ഇപ്പോൾ കറിയത്തില്ല. അതാ നിങ്ങളെ രണ്ടിനെയും ഞാൻ വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിക്കാം കേട്ടോ മക്കളെ. അവർ നമ്മുടെ കടയിനകത്ത് ആൾക്കാർ കയറ്റുമായിരിക്കും. മറ്റേ സെയിൽസ്, മനസ്സിലായോ? ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ കടയിൽ കയറി ഓഫറുണ്ട് അങ്ങനെ പറഞ്ഞില്ലേ, ആ സാധനം തന്നെ. അവരെ നമുക്കൊന്ന് മേടിക്കണം. നമ്മുടെ കട മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മുടെ അമ്പാടി മാർക്കറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ അവരൊക്കെ വേണം. നിങ്ങൾക്ക് വേണം വെച്ചാൽ പറയാം. ഇപ്പം എൻ്റെ കാശില്ല. ഇപ്പം ഞാൻ കാശുണ്ടാക്കിയിട്ട് വരാം. എന്തെല്ലാം ഉണ്ടോ ഇതിനകത്ത്? വേറെ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനകത്ത് വേറെല്ലോ. ജ്യൂസ് മാത്രമേ ഉള്ളൂ അല്ലേ? ജ്യൂസിന് ഫ്രിഡ്ജ് വേണം ഗൈസ്, അതാണ് ഞാൻ വേറെ ഒന്നും. ഓക്കെ, ഇനി നമ്മളെല്ലാം ഇങ്ങനെ നിരത്തി വെക്കാം. ഓപ്പൺ. പ്ലേസ് ഇറ്റ്. ഞാൻ പറയട്ടെ, ഈ സാധനം എടുക്ക്. നമ്മുടെ കഴിഞ്ഞ പെട്ടി ഏതെങ്കിലും ഉണ്ടോ? ഈ പെട്ടിനകത്ത് ഈ എടുക്കാൻ പറ്റുമോ? ഇതല്ല, ടേക്ക്. കാരണം ഇവിടെ ഈ സാധനം കണ്ട, ഇത് കഴിയുമ്പോൾ ഇത് വെക്കാം ഗൈസ്. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 3 വെച്ചപ്പോൾ തന്നെ ഫില്ലായി, വേറൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് തീരുമ്പോൾ അത് വെക്കാം. മനസ്സിലായോ? നമുക്ക് പുതിയ ബ്രെഡൊക്കെ എവിടെയാണ്?